വൈകിട്ട് പുറത്തേക്കൊന്നിറങ്ങിയതാണ് അഭിഷേക്. തിരിച്ച് വീട്ടിലേക്ക് വരുന്ന വഴി സത്യേട്ടനെ കണ്ടപ്പോൾ അവൻ തന്റെ ബൈക്ക് അയാൾക്കരികിലായി നിർത്തി. "സത്യേട്ടാ, ഞാൻ പറഞ്ഞ കാര്യം എന്തായി?" അഭിഷേക് അയാളോട് ചോദിച്ചു. "അത് ഞാൻ 2-3 പേരോട് പറഞ്ഞിട്ടുണ്ട്. അന്വേഷിച്ചിട്ട് വിവരം പറയാമെന്നാണ് അവരൊക്കെ പറഞ്ഞേ." സത്യേട്ടൻ അവനെ നോക്കി പറഞ്ഞു. എന്തോ ആ മറുപടിയിൽ അവനൊരു ആശ്വാസവും തോന്നിയില്ല. ഇനി എന്ത് ചെയ്യുമെന്ന ആശങ്കയിൽ അവൻ വിരലുകൾ കൊണ്ട് നെറ്റിയൊന്ന് ഒഴിഞ്ഞു. "നീ ഇങ്ങനെ വേജാറാവല്ലേ അബി, നമുക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം." അവന്റെ മുഖത്തെ നിരാശ കണ്ടതും സത്യേട്ടൻ അവന്റെ തോളിലൊന്ന് തട്ടിക്കൊണ്ട് പറഞ്ഞു. "എനിക്കറിയില്ല സത്യേട്ടാ, എന്താ ചെയ്യേണ്ടതെന്ന്. ഇപ്പോ ഒരാഴ്ചയായി ലീവ്. ഒരു 2 ദിവസം കൂടി ഇനിയും ലീവ് എടുക്കാമെന്ന് വെക്കാം. പക്ഷേ അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എവിടെ നിന്നെങ്കിലും പെട്ടെന്ന് ഒരാളെ കിട്ടിയേ പറ്റൂ. അല്ലെങ്കിൽ ഒരുപക്ഷേ എൻ്റെ ജോലി വരെ പോകും." അബി ഇനി എന്തു ചെയ്യും എന്നറിയാതെ സത്യേട്ടനോട് പറഞ്ഞു. "നീ ഒരു കാര്യം ചെയ്യ്, ഇവിടെ തന്നെ നിൽക്ക്. ഞാനിപ്പോൾ തന്നെ ഒന്നുകൂടി വിളിച്ചു നോക്കാം." സത്യേട്ടൻ അതും പറഞ്ഞുകൊണ്ട് തൻ്റെ കയ്യിലെ ചെറിയ കീപാഡ് ഫോൺ എടുത്തു. ശേഷം അതിൽ 1-2 നമ്പറിലേക്ക് വിളിച്ചു നോക്കിയെങ്കിലും അവിടെ നിന്നും കേട്ട കാര്യങ്ങൾ നിരാശയേകുന്നതായിരുന്നു. അതുകൂടിയായപ്പോൾ അബിയുടെ എല്ലാ പ്രതീക്ഷയും പോയി. "നിൽക്ക്, ഞാൻ ഒന്നുകൂടി വിളിച്ചു നോക്കട്ടെ." സത്യേട്ടൻ അതും പറഞ്ഞുകൊണ്ട് വേറെ ആരെയോ കൂടി ഒന്ന് വിളിച്ചു. "ശരി, ഇന്ന് നേരം ഇത്രയായല്ലോ. നാളെ രാവിലെ തന്നെ ഞാനങ്ങ് വരാം. നമുക്ക് എന്തെങ്കിലും ഒരു വഴിയുണ്ടാക്കാം." സത്യേട്ടൻ ഫോൺ വെച്ചതും വല്ലാത്തൊരു പ്രതീക്ഷയോടെ അബി സത്യേട്ടനെ നോക്കി. "എന്തായി, ശരിയായോ?" അവൻ സത്യേട്ടനോട് തിടുക്കത്തിൽ ചോദിച്ചു. "ശരിയായോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയുന്ന കുട്ടിയാ. പറഞ്ഞു വന്ന എൻ്റെ പെങ്ങളുടെ മോളായി വരും. പക്ഷേ ചെറിയൊരു കാര്യമുണ്ട്." സത്യേട്ടൻ പറയുമ്പോൾ അബിയുടെ നെറ്റിയൊന്ന് ചുളിഞ്ഞു. എന്താ പ്രശ്നം?" അവൻ ചോദിച്ചു. "അത് ആളെ നമുക്ക് ഒപ്പിക്കാം. പക്ഷേ പ്രായം അല്പം കുറവാ." സത്യേട്ടൻ പറഞ്ഞു. "എത്രയാ?" അവൻ വീണ്ടും ചോദിച്ചു. 22-23 കാണും." സത്യേട്ടൻ അത് പറയുമ്പോൾ പിന്നെയും ഒരാശ്വാസവും കിട്ടുന്നില്ലല്ലോ എന്ന് അബി ചിന്തിച്ചു. 23? അതെന്ന് പറയുമ്പോൾ ചെറിയ പ്രായമല്ലേ?" അബി സത്യേട്ടനോട് പറഞ്ഞു. "പ്രായം നീ നോക്കണ്ട. ഇപ്പോൾ അവൾക്ക് ഇങ്ങനെയൊരു ജോലി കിട്ടിയാൽ അത് വലിയ ഉപകാരമാകും. ശമ്പളത്തിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നേ. തൽക്കാലം ആ കുട്ടിക്ക് വീട്ടിൽ നിന്നും മാറി നിൽക്കേണ്ട അവസ്ഥയാ. അതിനൊരു ഏട്ടനുണ്ട്. അതിൻ്റെ അമ്മ 2ാമത് കെട്ടിയതാ. അങ്ങേരുടെ മോനാ. കള്ളും കഞ്ചാവും അടിച്ച് വെളിവില്ലാതെ നടക്കുന്ന പണിയാ. കുറച്ചു കാലം നാട്ടിലില്ലായിരുന്നു. ഇപ്പോൾ എവിടെയൊക്കെയോ കറങ്ങിത്തിരിഞ്ഞ് വീണ്ടും വന്നിട്ടുണ്ട്. ആ ചെക്കന് ഇതിൻ്റെ മേലൊരു കണ്ണുണ്ട്. ചെക്കൻ്റെ അച്ഛനെന്ന് പറയുന്ന ആൾക്ക് ഈ ചെക്കൻ എങ്ങനെ നടന്നാലും കുഴപ്പമില്ല, എന്തു കാണിച്ചു കൂട്ടിയാലും കുഴപ്പമില്ല. ഞാൻ അവരെ വിളിച്ചു നോക്കിയപ്പോൾ ഫോണിൽ സംസാരിക്കാൻ പോലും അവർക്ക് പേടിയാ. അവൻ വന്നിട്ടുണ്ടെന്നും മോളെ എന്തു ചെയ്യുമെന്ന് അറിയില്ലെന്നും പറഞ്ഞ് ആദിയോടെയാ ഫോൺ വെച്ചത്. ഞാൻ പറയുന്നത് ഇവിടെ നിന്നും ഒത്തിരി ദൂരെയാണ് സ്ഥലം. അവനെ ഇവിടെയൊന്നും കണ്ടുപിടിക്കാനോ ഇങ്ങോട്ട് വരാനോ പറ്റില്ല. നിന്റെ അമ്മയ്ക്കാണെങ്കിൽ ഇപ്പോൾ ഒരു കൂട്ടും വേണം. എങ്കിൽ പിന്നെ അവളെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാമെടാ. കാക്കയുടെ വിശപ്പും മാറും, പശുവിൻ്റെ കടിയും മാറുമെന്ന് കേട്ടിട്ടില്ലേ? 2 കൂട്ടർക്കും അതൊരു ഉപകാരമാവും." "നിർബന്ധിക്കുകയല്ല. അതിൻ്റെ കാര്യം ആലോചിച്ച് എനിക്കും പേടിയാ. അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റിയാൽ അത് വല്ലാത്ത ഉപകാരമാകും." "എടാ, ഞാൻ നിന്നെ നിർബന്ധിക്കുകയല്ല. നീ ആലോചിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ പറയ്. എനിക്ക് എന്തായാലും നാളെ അവിടെ വരെ ഒന്ന് പോകണം." സത്യേട്ടൻ അവനെ നോക്കി ഒന്ന് പറഞ്ഞു നിർത്തി. "എന്നാ ശരി, നീ ആലോചിച്ചിട്ട് വിളിച്ചു പറഞ്ഞാൽ മതി." അതും പറഞ്ഞ് സത്യേട്ടൻ നടക്കാൻ ഒരുങ്ങിയതും അബി അയാളെ പിറകിൽ നിന്നും വിളിച്ചു. എവിടെയാ സ്ഥലം?" അവൻ ചോദിച്ചു. "ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട്. ആലത്തൂർ എത്തണം. ഒരു 2 മണിക്കൂർ ഓട്ടം കാണും." സത്യേട്ടൻ പറഞ്ഞതും അവനൊന്ന് മൂളി. "എന്നാ പിന്നെ നേരം വൈകണ്ട, നീ ചെന്നോ. എനിക്ക് നമ്മുടെ രാമേട്ടൻ്റെ കട വരെ ഒന്ന് പോകണം. നാളെ എത്ര മണിക്ക് പോകണമെന്ന് ഞാൻ നിന്നെ വിളിച്ചു പറയാം." സത്യേട്ടൻ അതും പറഞ്ഞുകൊണ്ട് കവലയിലെ രാമേട്ടൻ്റെ ചായക്കടയിലേക്ക് നടന്നു. അബി അയാളെ ഒന്ന് നോക്കിക്കൊണ്ട് വണ്ടി മുന്നോട്ടെടുത്തു. അബി വീട്ടിലെത്തുമ്പോൾ നേരം ഇരുട്ടായിരുന്നു. വീടാകെ ഇരുട്ടിൽ മുങ്ങിക്കിടക്കുകയാണ്. അകത്തെ ഒരു മുറിയിൽ മാത്രം വെളിച്ചമുണ്ട്. ആ നേർത്തൊരു വെളിച്ചം മാത്രം ജനാലയും കടന്ന് മുറ്റത്തങ്ങനെ നിൽപ്പുണ്ട്. അബി വണ്ടി നിർത്തി ഇറങ്ങി. ഉമ്മറത്ത് നിന്ന് തന്നെ ഉമ്മറത്തെയും പുറത്തെയും ലൈറ്റിട്ടു. ശേഷം കയ്യിൽ കരുതിയ ചാവി ഉപയോഗിച്ച് വാതിൽ തുറന്നു അകത്തു കയറി. മുറിയിലെ വെളിച്ചം ഹാളിലേക്ക് ചെറിയൊരു പ്രകാശം പരത്തുന്നുണ്ട്. ഹാളിലെ ലൈറ്റിട്ട ശേഷം കയ്യിലെ കവർ മേശപ്പുറത്ത് വെച്ചു.
പിന്നെ നേരെ ചെന്നത് ലൈറ്റ് ഇട്ട് വെച്ച മുറിയിലേക്കാണ്. നീ വന്നോ? എന്താ ഇത്ര നേരം വൈകിയത്? നീ വന്നില്ലല്ലോ എന്നോർത്ത് കിടക്കായിരുന്നു ഞാൻ. കട്ടിലിൽ നിവർന്നു കിടക്കുകയായിരുന്ന അവന്റെ അമ്മ അവനോട് ചോദിച്ചു. സീത എന്നാണ് അവരുടെ പേര്. ഒന്നു രണ്ട് ആളെ കാണാനുണ്ടായിരുന്നു. പക്ഷേ ഒന്നും അങ്ങോട്ട് ശരിയാകുന്നില്ലല്ലോ അമ്മേ. അവൻ അമ്മയ്ക്ക് അരികിലായി വന്ന് അവരെ പിടിച്ച് കട്ടിലിലേക്ക് ചാരിയിരുത്തിച്ചു. ശേഷം അവർക്ക് അരികിലായി ഇരുന്നുകൊണ്ട് പറഞ്ഞു. സത്യേട്ടനെ കണ്ടിരുന്നോ നീ? അവൻ എന്തെങ്കിലും പറഞ്ഞോ? അമ്മ അവനോട് ചോദിച്ചു. തിരിച്ചു വരുമ്പോൾ കണ്ടിരുന്നു. സത്യേട്ടൻ ഇവിടെയുള്ള എല്ലാവരോടും പറഞ്ഞു വെച്ചിട്ടുണ്ട്. പക്ഷേ ഒന്നും റെഡിയായിട്ടില്ല. പിന്നെ സത്യേട്ടന്റെ കുടുംബത്തിൽ ഒരാളുണ്ട്. പക്ഷേ പ്രായമാണ് പ്രശ്നം. അബി പറഞ്ഞതും സീതാമ്മ അവനെ ഒന്ന് നോക്കി. എത്രയാ വയസ്സ്? അവർ ചോദിച്ചു. 22 23 കാണും. അത്രയേ ഉണ്ടാകൂ എന്നാ പറഞ്ഞത്. അതു കേട്ടതും സീതാമ്മ ഒന്നും പറഞ്ഞില്ല. അവനെ ഒന്ന് നോക്കുക മാത്രം ചെയ്തു. പക്ഷേ അതല്ല പ്രശ്നം. ആ കുട്ടിക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെയുണ്ട്. ആ കുട്ടിയുടെ രണ്ടാനച്ഛൻ്റെ കൂടെയാണ് അവളും അമ്മയും താമസിക്കുന്നത്. അവളുടെ അച്ഛനെന്ന് പറയുന്ന ആളുടെ മോൻ ഇപ്പോൾ നാട്ടിൽ വന്നിട്ടുണ്ടെന്ന്. ഈ പറയുന്ന ആൾ അത്ര നല്ലതല്ലെന്നാ കേട്ടത്. ഈ കുട്ടിയെ എങ്ങോട്ട് മാറ്റുമെന്നറിയാതെ ടെൻഷൻ അടിച്ച് നടക്കുകയാ അതിൻ്റെ അമ്മ. സത്യേട്ടൻ പറയുന്നത് അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്ന അമ്മയ്ക്കൊരു കൂട്ടാകും, അവർക്കും ഒരു ആശ്വാസമാകുമെന്ന്. എനിക്കാണെങ്കിൽ കേട്ടിട്ട് എന്തോ പോലെ. തള്ളാനും വയ്യ കൊള്ളാനും വയ്യ എന്ന് പറയുന്നത് പോലെ. ചെറിയ കുട്ടി എന്ന് പറയുമ്പോൾ അമ്മയുടെ കാര്യങ്ങളെല്ലാം നോക്കാൻ അവളെക്കൊണ്ട് ആകുമോ എന്തോ. അതുമാത്രമല്ല, ഇതിൻ്റെ പുറകിൽ ഇനി വേറെ എന്തെങ്കിലും പ്രശ്നം വരുമോ എന്ന ചിന്തയും. ഇനി ഈ നാടും കൂടി വിടേണ്ടി വരുമോ എന്ന പേടി വേറെയും. എന്താ ചെയ്യുക എന്ന് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. അവൻ അമ്മയുടെ കാലും കൈയുമെല്ലാം ഒന്ന് തൊട്ടു നോക്കിക്കൊണ്ട് പറഞ്ഞു. അബി പറഞ്ഞു നിർത്തുമ്പോൾ സീതയ്ക്കുമാകെ എന്തോ പോലെ തോന്നിയിരുന്നു. സ്വന്തം മാനം പോകുമോ എന്ന് പേടിച്ച്, അതും സ്വന്തം വീട്ടിൽ തന്നെ നിൽക്കേണ്ടി വരുന്ന ഒരു പെൺകുട്ടിയുടെ അവസ്ഥ. അത് പേടിച്ച് വെപ്രാളപ്പെടുന്ന ഒരമ്മ. ആ അവസ്ഥ സീതാമ്മയ്ക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു. അവർക്ക് അവനോട് എന്തു പറയണമെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല അപ്പോൾ. ഒരിക്കൽ ഒരു പെണ്ണ് കാരണമാണ് സ്വന്തം നാടുവിട്ട് ഇങ്ങോട്ട് പോരേണ്ടി വന്നത്. 5-6 കൊല്ലമായിട്ടേ ഉള്ളൂ ഈ നാടും വീടുമായി പൊരുത്തപ്പെട്ട് വന്നിട്ട്. ഇനി ഇവിടെ നിന്നുകൂടി പോകേണ്ടി വന്നാൽ അവർക്ക് ചിന്തിക്കാൻ കൂടി പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ കാരണം എൻ്റെ മോന് പാടായല്ലേ. പറയുമ്പോൾ അബിയുടെ അമ്മയുടെ സ്വരം ഒന്ന് ഇടറിയിരുന്നു. ദേ അമ്മേ, ഇതാണ് എനിക്ക് ദേഷ്യം പിടിക്കുന്നത്. എത്ര പറഞ്ഞാലും അമ്മയ്ക്ക് മനസ്സിലാവില്ലെന്നുണ്ടോ? അമ്മയെ നോക്കുന്നത് എനിക്ക് എങ്ങനെയാ ഒരു ബുദ്ധിമുട്ടാകുന്നേ? ഇത് പറ്റിയത് എനിക്കാണെങ്കിൽ എന്നെ നോക്കുമ്പോൾ അമ്മയ്ക്ക് ബുദ്ധിമുട്ട് തോന്നുമായിരുന്നോ? അതുപോലെ തന്നെയാണ് എനിക്കും. പിന്നെ ജോലിക്കാര്യം ആലോചിക്കുമ്പോൾ മാത്രമാണ്. അത് ഇത് പോയാൽ വേറെ കിട്ടും, അത്ര തന്നെ. അബി അതും പറഞ്ഞുകൊണ്ട് അമ്മയുടെ കാലൊന്നുകൂടി പിടിച്ചു നോക്കി. നീര് വീണ്ടും കൂടിയോ? അവൻ അമ്മയോട് ചോദിച്ചു. നീ അതിങ്ങനെ എപ്പോഴും നോക്കി നോക്കി നിനക്ക് തോന്നുന്നതാ ചെറുക്ക. അമ്മയൊരു ചിരിയോടെ പറഞ്ഞു. അവൻ അതിനൊന്ന് പതിയെ പുഞ്ചിരിച്ചു. എന്നാ പിന്നെ നമുക്ക് കുറച്ച് ചായ കുടിച്ചാലോ? ഞാൻ വേഗം ചെന്ന് കുറച്ച് ചായ ഇട്ടുകൊണ്ടുവരാം. അതും പറഞ്ഞ് അവൻ എഴുന്നേറ്റതും അവരവൻ്റെ കൈ പിടിച്ചു വെച്ചു. എന്നിട്ട് നീ എന്തു പറഞ്ഞു? അമ്മ അവനോട് ചോദിച്ചു. ഞാനൊന്നും പറഞ്ഞില്ല. പെട്ടെന്ന് എന്തു പറയണമെന്നറിഞ്ഞില്ല. സത്യേട്ടൻ എന്തായാലും നാളെ അവിടം വരെ പോകാനുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് ആലോചിച്ചിട്ട് വരുന്നുണ്ടെങ്കിൽ വിളിക്കാൻ പറഞ്ഞു. അബി അത് പറഞ്ഞതും അമ്മയൊന്ന് മൂളി. അവൻ അമ്മയെ ഒന്ന് നോക്കിയ ശേഷം അടുക്കളയിലേക്ക് നടന്നു. അബിയും അമ്മയും തനിച്ചാണ് വീട്ടിൽ. അവർക്ക് അഭിഷേക് ഏക മകനാണ്. ഭർത്താവ് വർഷങ്ങൾക്ക് മുൻപേ മരിച്ചുപോയി. അമ്മയ്ക്ക് മകനും മകന് അമ്മയും എന്ന പോലെ അവർ അവരുടേതായ ചെറിയ സന്തോഷത്തിൽ ജീവിച്ചു വരികയായിരുന്നു. ഒരാഴ്ച മുൻപാണ് അമ്മ പിറകുവശത്തെ കിണറ്റിൻകരയിലൊന്ന് വീണത്. BP കുറഞ്ഞതാണ് കാരണം. വീണതോ കരിങ്കല്ലിനു മുകളിലേക്കും. 2 കാലിൻ്റെ എല്ലും പൊട്ടിപ്പോയിരുന്നു. എല്ലു പൊട്ടിയ വേദനയിൽ ആ നിമിഷം തന്നെ അമ്മയുടെ ബോധവും പോയി. അന്നൊരു ഞായറാഴ്ചയായിരുന്നു. എങ്കിലും അബി വീട്ടിലില്ലാത്ത സമയമായിരുന്നു അത്. അബി പുറത്തു പോയി വരുന്ന സമയം വരെയും അവരാ കിണറ്റിൻകരയിൽ ആ കിടപ്പ് കിടന്നു. വീണു കഴിഞ്ഞ് ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞാണ് അബി വീട്ടിലെത്തിയത്. സാധാരണ പോലെ വീട്ടിലേക്ക് വന്നതായിരുന്നു അവൻ. ഉമ്മറത്തും വീടിനകത്തും ഒന്നും അമ്മയെ കാണാതെ അടുക്കളയിൽ ചെന്ന് നോക്കി അവൻ കാണുന്നത് കിണറ്റിൻകരയിൽ വീണു കിടക്കുന്ന അമ്മയെയാണ്. ഒരു നിമിഷം അവനൊന്ന് ഞെട്ടിത്തരിച്ചു നിന്നുപോയി. അമ്മയ്ക്ക് എന്തു പറ്റിയെന്ന വെപ്രാളമായിരുന്നു അവന്. ഓടിപ്പാഞ്ഞ് അരികിലെത്തി അമ്മയെ പിടിച്ചു നോക്കുമ്പോൾ അമ്മയാകെ തണുത്തു മരവിച്ചു പോയിരുന്നു.
ഒരു നിമിഷം അവന് തല കറങ്ങുന്നത് പോലെ തോന്നി. അവന്റെ ലോകമെന്ന് പറയുന്നത് തന്നെ അവന്റെ അമ്മയാണ്. ആ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുന്നതിനെപ്പറ്റി അവന് ചിന്തിക്കാൻ പോലും ആകുമായിരുന്നില്ല. അവന് സ്വന്തമായി കാറുണ്ടായിരുന്നതുകൊണ്ട് തന്നെ അമ്മയെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ അധികം ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. ഒരു നിമിഷം പോലും പാഴാക്കാതെ അവൻ അമ്മയെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. BP കുറച്ചധികം കുറഞ്ഞിരുന്നു. അതിന്റെ കൂടെ 2 കാലിലെ എല്ല് പൊട്ടിയതും ബോധം പോവലും എല്ലാം കൂടിയായി അബി ആകെ തകർന്നു പോയിരുന്നു. 2 കാലിനും കമ്പിയിടുകയല്ലാതെ വേറൊരു വഴിയും ഇല്ലായിരുന്നു. ഈ നാട്ടിൽ വന്ന കാലം മുതലുള്ള പരിചയമാണ് സത്യേട്ടനുമായി. ഏകദേശം ഒരു 4-5 വർഷത്തെ അടുപ്പം കാണും. അവർക്ക് അബി മകനെപ്പോലെയാണ്. അതേപോലെയുള്ള പെരുമാറ്റമാണ് അബിയുടേതും. ആശുപത്രിയിൽ അമ്മയ്ക്ക് കൂട്ടിന് സ്ത്രീകൾ ആരെങ്കിലും വേണമെന്നുള്ളതുകൊണ്ട് തന്നെ സത്യേട്ടന്റെ ഭാര്യ യശോദയാണ് അവർക്ക് സഹായത്തിന് നിന്നിരുന്നത്. എന്നാൽ പെട്ടെന്നാണ് അവരുടെ മകൾ പ്രസവിച്ചത്. പറഞ്ഞ ഡേറ്റിനും ഒരാഴ്ച മുൻപായിരുന്നു പ്രസവം. 7-ാം മാസത്തിൽ അവളെ കൂട്ടിക്കൊണ്ടു വന്നിരുന്നില്ല. അവളെ ഭർത്താവിന്റെ വീട്ടിൽ തന്നെ നിർത്താനായിരുന്നു അവന്റെ അമ്മയ്ക്കും അവനും ഇഷ്ടം. അതുകൊണ്ടാണ് യശോദയ്ക്ക് അബിയുടെ അമ്മയുടെ കൂടെ ഹോസ്പിറ്റലിൽ നിൽക്കാൻ സാധിച്ചത്. എന്നാൽ മകൾ ഇപ്പോൾ പ്രസവിച്ച സ്ഥിതിക്ക് അവർക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാതിരിക്കാൻ പറ്റില്ല. അവിടെ നിന്നും നേരെ വരുന്നത് അവളുടെ വീട്ടിലേക്ക് തന്നെയാണ്. അതുകൊണ്ട് ഇനി അങ്ങോട്ട് യശോദ നല്ല തിരക്കിലാവും. കുഞ്ഞിനെയും അവളെയും നോക്കണം. അതിനിടയിൽ അബിയുടെ അമ്മയുടെ കാര്യങ്ങൾ കൂടി നോക്കുവാൻ അവർക്കാവില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ 2-3 ദിവസമായി അബി തന്നെയാണ് സീതാമ്മയുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. അവനൊരു കമ്പനിയിൽ അക്കൗണ്ടന്റ് ആയാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ആവശ്യത്തിലേറെ തിരക്കാണ്. വർക്കെല്ലാം പെൻഡിങ്ങിലും. ഇനിയും ലീവ് നീട്ടുകയാണെങ്കിൽ വേറെ ആളെ നോക്കുമെന്നാണ് കമ്പനിയിൽ നിന്നും പറഞ്ഞിട്ടുള്ളത്. ഈ ജോലി കൂടി പോയാൽ നട്ടം തിരിഞ്ഞു പോകും. അമ്മയെ തനിച്ചാക്കി പോകാനും പറ്റില്ല. അമ്മയ്ക്ക് കൂട്ടിന് ഒരാളെ കിട്ടിയിരുന്നെങ്കിൽ ആ സമാധാനത്തിൽ അവനും ജോലിക്ക് പോകാമായിരുന്നു. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അമ്മയ്ക്ക് കൂട്ടിന് ഒരാളെ കിട്ടിയേ പറ്റൂ. ആ ചിന്തയിലാണ് ഓരോ നിമിഷവും അവനിപ്പോൾ മുന്നോട്ടു പോകുന്നത്. അടുക്കളയിലെ ലൈറ്റ് ഇട്ടതും അവനൊന്ന് ചുറ്റും നോക്കി. ആദ്യത്തെ 2 ദിവസം അവർ വീട്ടിലും സഹായത്തിന് വന്നു പോയിരുന്നു. ഇപ്പോൾ 4-5 ദിവസമായി ഈ അടുക്കളയിലെ ഭരണം മുഴുവൻ തനിക്കാണ്. അമ്മ പെരുമാറുമ്പോൾ ഉള്ള അതേ വൃത്തി ഇപ്പോൾ ഇല്ലെങ്കിലും എല്ലാം അതിൻ്റെതായ സ്ഥാനത്ത് തന്നെ വെച്ചിട്ടുണ്ട്. അവൻ ഒരു പാത്രത്തിൽ 2 പേർക്കുള്ള വെള്ളമെടുത്ത് ഗ്യാസിൽ വെച്ചു. വെള്ളം ചൂടായി വന്നപ്പോൾ ചായപ്പൊടി എടുക്കാൻ പോകുമ്പോഴാണ് കാപ്പിപ്പൊടിയുടെ പാത്രം കണ്ടത്. തിളച്ച ആ വെള്ളത്തിലേക്ക് ആവശ്യത്തിന് കാപ്പിപ്പൊടി ചേർത്തു. പിന്നെ മധുരത്തിനായി ശർക്കര കൂടി കഴുകിയെടുത്ത ശേഷം അതും ചേർത്തിളക്കി. ചൂട് ചെറുതായി ഒന്ന് കുറഞ്ഞതും കാപ്പി 2 ഗ്ലാസുകളിൽ ഒഴിച്ചെടുത്തു. ശേഷം അതും കയ്യിലെടുത്ത് അവൻ അമ്മയുടെ മുറിയിലേക്ക് നടന്നു. ചായ അല്ലാട്ടോ, കാപ്പിയാണ്. അതും പറഞ്ഞ് അവൻ ചൂടില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷം ഒരു ഗ്ലാസ് കാപ്പി അമ്മയുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. ഞാനിപ്പോ വരാം. അതും പറഞ്ഞ് അവൻ ഹാളിലേക്ക് ചെന്നു. വൈകിട്ട് പുറത്തു പോയപ്പോൾ കടയിൽ നിന്നും വാങ്ങിയ പഴംപൊരി ചെറിയൊരു കുഞ്ഞി പ്ലേറ്റിലാക്കി അതും കൊണ്ട് അമ്മയ്ക്കരികിലേക്ക് തന്നെ വീണ്ടും വന്നു. ഇതെന്താടാ, പഴംപൊരിയോ? അമ്മ അത് കണ്ട് ചോദിച്ചു. അല്ല, പരിപ്പുവട. അവൻ അമ്മയെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. ഒന്ന് പോടാ അവിടുന്ന്. ഇത് എവിടുന്ന് വാങ്ങി? അമ്മ അവനോട് ചോദിച്ചു. രാമേട്ടൻ്റെ കടയിൽ നിന്ന്. നേരത്തെ വാങ്ങിയിരുന്നു. 1-2 കയറിയിറങ്ങി ഇവിടെ എത്തുമ്പോഴേക്കും നേരം വൈകി. അവൻ അതിൽ ഒരു കഷ്ണം കടിച്ചെടുത്തുകൊണ്ട് അമ്മയോട് പറഞ്ഞു. ആ കാപ്പി കുടിച്ചു കഴിയുന്നതുവരെ അമ്മയും മകനും എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു. കാപ്പി കുടിച്ചു കഴിഞ്ഞതും അവൻ മേശപ്പുറത്ത് നിന്നും ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് അമ്മയ്ക്ക് കൊടുത്തു. അമ്മ 2 ഇറക്ക് കുടിച്ച ശേഷം ഗ്ലാസ് അവന് തന്നെ തിരിച്ചു കൊടുത്തു. ഗ്ലാസും പാത്രവും എടുത്ത് അടുക്കളയിലേക്ക് പോകാനൊരുങ്ങിയ അവൻ വാതിൽക്കൽ എത്തിയതും ഒന്ന് നിന്നു. രാത്രിയിലേക്ക് ചോറ് പോരെ? ഉച്ചയ്ക്ക് വെച്ച ഉപ്പേരിയും ചമ്മന്തിയും ഉണ്ട്. വേറെ എന്തെങ്കിലും വേണോ? അവൻ ചോദിച്ചതും അമ്മയൊന്ന് ചിരിച്ചു. അത് മതിയടാ, നമ്മളല്ലേ ഉള്ളൂ, നമുക്ക് അത് തന്നെ ധാരാളമല്ലേ? അമ്മ അവനോട് പറഞ്ഞതും അവനൊരു ചിരിയോടെ തലയാട്ടിക്കൊണ്ട് പുറത്തേക്ക് നടന്നു. അടുക്കളയിൽ ചെന്ന് പാത്രങ്ങളെല്ലാം കഴുകിയെടുത്ത് വെച്ച ശേഷം അവൻ ചമ്മന്തിയും ഉപ്പേരിയും മൂടിവെച്ച പാത്രം ഒന്ന് തുറന്നു നോക്കി. 2 പേർക്കും ഉള്ളതുണ്ട്. വീഴുന്നതിന് മുൻപ് വരെ എന്തെല്ലാം ഉണ്ടാക്കി തന്നതാ. വിളമ്പി വെച്ച് കഴിക്കാൻ വേണ്ടി പിന്നാലെ നടക്കുമായിരുന്നു. അവൻ അമ്മയെ ഓർത്ത് പാവം തോന്നി. അവൻ 2 പപ്പടം കൂടി കാച്ചിയെടുത്തു. രാത്രിയിൽ അവനും അമ്മയും ഒരുമിച്ചിരുന്ന് തന്നെയാണ് ഭക്ഷണം കഴിച്ചത്. ഭക്ഷണം കഴിച്ച ശേഷം അമ്മയുടെ വായും മുഖവും എല്ലാം കഴുകാൻ സഹായിച്ചു. ബാത്റൂമിൽ കൊണ്ടുപോയി ഇരുത്തി കൊടുക്കുകയും എടുത്തുകൊണ്ടു വരികയും ചെയ്തു.
അതിനിടയ്ക്ക് കഴിച്ച പാത്രങ്ങൾ കൂടി അവൻ കഴുകി വെക്കുകയും ചെയ്തിരുന്നു. കഴിച്ച പാത്രങ്ങൾ പിറ്റേന്ന് രാവിലത്തേക്ക് വെക്കുന്ന ശീലം അമ്മയ്ക്കില്ല. അത് കണ്ടുകൊണ്ട് തന്നെയാണ് അബിയും വളർന്നത്. അതുകൊണ്ട് തന്നെ അവൻ പാത്രങ്ങളെല്ലാം കഴുകി അടുക്കളയും വൃത്തിയാക്കിയിരുന്നു. രാത്രിയിലെ ഗുളികയും കൃത്യമായി എടുത്തുകൊടുത്ത് കുടിപ്പിച്ച ശേഷം ചാരിയിരുന്ന അമ്മയെ പതിയെ അവൻ കട്ടിലിലേക്ക് കിടത്തി. മോനെ, നീ എന്നിട്ട് എന്തു തീരുമാനിച്ചു? സത്യേട്ടനെ വിളിച്ചിരുന്നോ? അബി അമ്മയെ പുതപ്പിച്ചു കൊടുക്കുമ്പോഴാണ് അമ്മ അത് ചോദിച്ചത്. വിളിച്ചില്ല, വിളിക്കണം. ഞാൻ എന്താണ് അമ്മയെ പറയേണ്ടത്? ഒരു നിമിഷത്തിനു ശേഷം അവൻ അമ്മയോട് ചോദിച്ചു. ആ കുട്ടിയുടെ ഏട്ടനെന്നു പറയുന്നത് ഗുണ്ടയാണോ മോനെ? അമ്മ അവനോട് ചോദിച്ചു. അതു കേട്ട് അവനൊന്ന് പതിയെ ചിരിച്ചു. ഗുണ്ടയാണെങ്കിൽ എന്താ, അമ്മയ്ക്ക് ഗുണ്ടയെ പേടിയുണ്ടോ? അവൻ ആ ചിരിയോടെ തന്നെ അമ്മയോട് ചോദിച്ചു. ഗുണ്ടകളെ പേടിയൊക്കെയാണ്, എന്നാലും. അമ്മ പറഞ്ഞു വന്നത് പാതിയിൽ നിർത്തി. ശേഷം അവനെ ഒന്ന് നോക്കി. എന്താണ് ഒരു എന്നാലും? അബി വീണ്ടും ചോദിച്ചു. എനിക്കെന്തോ ആ കുട്ടിയുടെ അവസ്ഥ കേട്ടിട്ട് ആകെ എന്തോ ഒരു പ്രയാസം പോലെ. മോൻ എന്തായാലും സത്യേട്ടനെ വിളിച്ച് വരുന്നുണ്ടെന്ന് പറ. എന്നിട്ട് അവിടം വരെ ചെന്ന് ഒന്ന് അവരോട് സംസാരിച്ചു നോക്ക്. എന്നിട്ട് അവർക്ക് സമ്മതമാണെങ്കിൽ നാളെ തന്നെ ഇങ്ങു കൂട്ടിക്കൊണ്ടു പോര്. കുറച്ചു ദിവസമെങ്കിൽ കുറച്ചു ദിവസം. അവർക്കൊരു സമാധാനം കിട്ടുമല്ലോ. എനിക്കും ഒരു കൂട്ടാകും. നിനക്ക് ജോലിക്ക് പോവുകയും ചെയ്യാം. അമ്മ പറഞ്ഞതും അബി അമ്മയെയൊന്ന് നോക്കി. അങ്ങനെയെങ്കിൽ അങ്ങനെ, ഞാൻ സത്യേട്ടനെ വിളിക്കാം. എൻ്റെ സീതാമ്മ പറഞ്ഞാൽ പിന്നെ അതിൽ ഒരു മാറ്റവുമില്ല. അവൻ അമ്മയുടെ കവിളിൽ പിടിച്ചു വലിച്ചുകൊണ്ട് പറഞ്ഞു. ഇനിയൊന്നുമില്ലല്ലോ? അവൻ അമ്മയോട് ചോദിച്ചതും അവർ ഇല്ലെന്ന് തലയാട്ടി. അതു കണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതിയെന്നും പറഞ്ഞ് അവൻ സീറോ ബൾബ് ഓണാക്കി ലൈറ്റ് ഓഫ് ചെയ്തു. മുറിയുടെ വാതിൽ അടയ്ക്കാറില്ല, വെറുതെ അങ്ങനെ തുറന്നിടും. മുറിയിൽ നിന്നും പുറത്തേക്ക് പോയ അബിയെ കണ്ടു സീതാമ്മയൊന്ന് നിശ്വസിച്ചു. പാവം തൻ്റെ കുഞ്ഞ്. 29 വയസ്സായിട്ടും കൂടും കുടുംബവുമില്ലാതെ ഒറ്റയ്ക്ക് കഴിയുന്ന മകനെ ഓർത്ത് ആ അമ്മയുടെ മനസ്സ് വിങ്ങി. അവനെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. പെട്ടെന്ന് മറക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതൊന്നും. ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കുമെന്ന് പറയില്ലേ? എങ്കിലും ചിലതെല്ലാം മറന്നല്ലേ പറ്റൂ. മുൻപോട്ടുള്ള ജീവിതത്തിന് പഴയ പല കാര്യങ്ങളും മറവിക്ക് വിട്ടുകൊടുത്തല്ലേ പറ്റൂ. അവൻ്റെ ജീവിതത്തിലേക്ക് ഒരു പെണ്ണ് വരണേ ദൈവമേ. എൻ്റെ കുഞ്ഞിൻ്റെ എല്ലാ വേദനകളും തുടച്ചു നീക്കുവാൻ എവിടെ നിന്നെങ്കിലും ഒരു കുട്ടിയെ എൻ്റെ മോൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണേ. എന്നിട്ട് താനങ്ങ് മരിച്ചു പോയാലും വേണ്ടിയില്ല. അതായിരുന്നു ആ അമ്മയുടെ പ്രാർത്ഥന. മുറിയിലെത്തിയിട്ടും അബിക്ക് എന്തോ ഒരു വല്ലായ്മ തോന്നി. എങ്കിലും അമ്മയോട് കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞതുകൊണ്ട് തന്നെ സത്യേട്ടൻ പറഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു പ്രയാസം ഇപ്പോൾ തോന്നുന്നില്ല. കുറച്ചുകൂടി പ്രായമുള്ള ഒരാളായിരുന്നു നല്ലത്. പക്ഷേ ആ കുട്ടിയുടെ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ എന്തോ വേണ്ടെന്ന് പറയാനും തോന്നുന്നില്ല. അമ്മ പറഞ്ഞ വാക്കുകളുടെ ധൈര്യത്തിൽ അവൻ സത്യേട്ടനെ വിളിച്ച് ഇവിടെ കുഴപ്പമില്ലെന്നും നാളെ സത്യേട്ടൻ പോകുമ്പോൾ താനും കൂടെ വരുന്നുണ്ടെന്നും അവൻ പറഞ്ഞു. രാവിലെ ഒരു 8 മണിയാകുമ്പോൾ ഇറങ്ങാം. ഒരു 10-10:30 ആകുമ്പോഴേക്കും അവിടെ എത്തും. ഒരു 8 മണിയാകുമ്പോൾ വീട്ടിലേക്ക് വന്നാൽ മതി എന്നും പറഞ്ഞായിരുന്നു സത്യേട്ടൻ ഫോൺ വെച്ചത്. ഉറങ്ങാനായി കട്ടിലിലേക്ക് കിടന്നെങ്കിലും അബിക്ക് ഉറക്കം വരുന്നേയില്ലായിരുന്നു. ഭൂതകാലത്തിൻ്റെ മധുരമുള്ളതും കയ്പേറിയതുമായ ഓർമ്മകൾ മനസ്സിലേക്ക് ഇടിച്ചു കയറി വരാൻ തുടങ്ങിയതും അവൻ ഇരു കണ്ണുകളും ഇറുക്കി അടച്ചു. പിറ്റേന്ന് രാവിലെ നേരത്തെ തന്നെ അവൻ എഴുന്നേറ്റു അടുക്കളയിലെ പണിയെല്ലാം ഒതുക്കിയതും അമ്മയെ ബാത്റൂമിൽ കൊണ്ടുവന്നു. രാവിലെ ചായയ്ക്ക് പുട്ടായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. ഉച്ചയ്ക്കത്തേക്ക് ചോറും വെച്ചു. അതിന് അവൻ്റേതായ രീതിയിൽ ഒരു സാമ്പാറും കൂടി ഉണ്ടാക്കിയെടുത്തു. രാവിലെ നേരത്തെ ചായ കുടിക്കാൻ അമ്മ മടി കാണിച്ചെങ്കിലും അവൻ നിർബന്ധിച്ചു തന്നെ അമ്മയെക്കൊണ്ട് ചായ കുടിപ്പിച്ചു. പിന്നീട് കഴിച്ചോളാമെന്ന് അമ്മ പറഞ്ഞെങ്കിലും അങ്ങനെ അമ്മ കഴിക്കാതിരുന്നാൽ അവന് സമാധാനമുണ്ടാകില്ല. ശേഷം ചോറും കറിയും എല്ലാം വിളമ്പി അമ്മയ്ക്ക് അരികിലുള്ള കുഞ്ഞു ടീപ്പോയിൽ കൊണ്ടുവച്ചു. കുടിക്കാനുള്ള വെള്ളവും അതിനരികിൽ തന്നെ വെച്ചിരുന്നു. കഴിക്കാനുള്ള സ്പൂണും പ്ലേറ്റിൽ വെച്ചിട്ടുണ്ട്. ടീപ്പോയ്ക്ക് കട്ടിലിനോട് ചേർന്ന ഉയരമായതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് അത് എടുത്തു കഴിക്കാൻ വലിയ പ്രയാസമുണ്ടായിരുന്നില്ല. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണമെന്നും പറഞ്ഞ് അവൻ അമ്മയുടെ ഫോൺ കട്ടിലിൽ അമ്മയുടെ അരികിൽ തന്നെ എടുത്തു വെച്ചിരുന്നു. നേരത്തെ പോകുന്നതുകൊണ്ട് തന്നെ ഉച്ചയാകുമ്പോഴേക്കും ഇങ്ങോട്ട് എത്തുകയും ചെയ്യാം. എങ്കിലും അവൻ തൊട്ടടുത്ത വീട്ടിൽ പറഞ്ഞേൽപ്പിച്ചിട്ടാണ് പോകുന്നത്. അവളെ ഇന്ന് തന്നെ കൂടെ കൂട്ടേണ്ടി വന്നാലോ എന്ന് കരുതി കാറാണ് അവൻ എടുത്തത്. സത്യേട്ടൻ്റെ വീടിനു മുൻപിൽ എത്തുമ്പോൾ സത്യേട്ടൻ വാതിലെല്ലാം പൂട്ടി റെഡിയായി വേലിക്കൽ തന്നെ നിൽപ്പുണ്ട്. അവരുടെ മകളെ ഡിസ്ചാർജ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ യശോദാമ്മ ഹോസ്പിറ്റലിലാണ്. വീട്ടിലിപ്പോൾ സത്യേട്ടൻ മാത്രമാണുള്ളത്.
സത്യേട്ടൻ ചായ കുടിച്ചിരുന്നോ? അയാൾ കാറിലേക്ക് കയറിയിരുന്നതും അബി അയാളോട് ചോദിച്ചു. ഏയ് ഇല്ല, ഞാനൊരു കാലിച്ചായ മാത്രം ഉണ്ടാക്കി കുടിച്ചു. എനിക്ക് മാത്രമായി വെച്ചുണ്ടാക്കാൻ തോന്നിയില്ല. എന്നാൽ പോകുന്ന വഴിക്ക് നമുക്ക് എന്തേലും കുടിച്ചിട്ട് പോകാം. അവൻ അതും പറഞ്ഞുകൊണ്ട് വണ്ടി മുന്നോട്ടെടുത്തു. സമയം 8 ഉള്ളൂ, ഇപ്പോഴേ വേണ്ട, കുറച്ചുകൂടി കഴിഞ്ഞോട്ടെ. രാമേട്ടന്റെ ചായക്കടയ്ക്ക് അരികിലായി അവൻ വണ്ടി നിർത്താൻ ഒരുങ്ങിയതും സത്യേട്ടൻ പറഞ്ഞു. അതുകേട്ട് അവനൊരു ചിരിയോടെ തന്നെ വണ്ടി മുൻപോട്ടെടുത്തു. ഏകദേശം 10 മണി കഴിഞ്ഞിരുന്നു അവർ ആലത്തൂര് മെയിൻ റോഡിൽ എത്തുമ്പോൾ. അതിനു മുൻപ് തന്നെ അബി ഒരിടത്ത് വണ്ടി സൈഡാക്കി സത്യേട്ടന് ചായ വാങ്ങിക്കൊടുത്തിരുന്നു. അമ്മയോടൊപ്പം ചായ കുടിച്ചതുകൊണ്ട് തന്നെ അവൻ വെറും ചായയാണ് കുടിച്ചത്. ഇന്നലെ നീ സമ്മതിച്ചപ്പോൾ തന്നെ ഞാൻ അവരെ വിളിച്ചിരുന്നു. കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഇങ്ങനെയൊരു ജോലിക്ക് മകളെ പറഞ്ഞയക്കാൻ അവർക്ക് വലിയ താല്പര്യമില്ല. എങ്കിലും അവർക്കിപ്പോൾ വലുത് അവളുടെ ജീവനാണ്. അവിടെ നിന്നാൽ എന്തെങ്കിലും സംഭവിക്കും, അതുറപ്പാണ്. ഓരോ നിമിഷവും തള്ളക്കോഴി മക്കളെ ചിറകിനടിയിൽ കൊണ്ടു നടക്കുന്നത് പോലെയാണ് അവളുടെ അമ്മ അവളെ കൊണ്ടു നടക്കുന്നത്. അവരുടെ അവസ്ഥ അതായിപ്പോയി. വിശ്വസിച്ച് അവളെ ഏൽപ്പിക്കാൻ പറ്റുന്ന ഒരിടവും വേറെയില്ല. എൻ്റെ വീട്ടിലാക്കാന്ന് വെച്ചാൽ വീട് അറിയുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് അവനെങ്ങാനും കയറി വന്നാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നിന്റെ അവിടെയാകുമ്പോൾ അവനറിയില്ലല്ലോ. പിന്നെ ഇപ്പോൾ നിന്റെ അമ്മയ്ക്കും ഒരു കൂട്ട് വേണ്ടേ? ബന്ധുക്കളുടെയും കൂട്ടുകാരുടെയും വീട്ടിൽ അവളെ ആക്കിയാലും എങ്ങനെയെങ്കിലും അത് മണത്തറിയും. അവരുടെ അവസ്ഥ ഇപ്പോൾ അതായിപ്പോയി. ജോലിയെടുത്താലും മകൾക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് അവർക്ക് ആശ്വസിക്കാലോ എന്നാ അവര് പറയുന്നേ. സത്യേട്ടൻ പറയുമ്പോൾ അബി അതിനെല്ലാം മൂളിക്കേട്ടുകൊണ്ടിരുന്നു. പിന്നെ നീയും അമ്മയും മാത്രമേ വീട്ടിലുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അവർക്കൊരു മടി പോലെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് അത്രയും അറിയുന്ന കൂട്ടരാ, എന്നെ വിശ്വസിക്കുന്നത് പോലെ തന്നെ അവരെയും വിശ്വസിക്കാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ സമ്മതിപ്പിച്ച് വെച്ചിട്ടുണ്ട്. എൻ്റെ ഒരു ഉറപ്പിന്മേലാ വേറൊരു നാട്ടിലേക്ക് അവരവളെ പറഞ്ഞയക്കുന്നത് തന്നെ. സത്യേട്ടൻ വീണ്ടും അവനോട് പറഞ്ഞു. സത്യേട്ടൻ പറയുമ്പോൾ അവന് കാര്യങ്ങളെല്ലാം മനസ്സിലാകുന്നുണ്ടായിരുന്നു. സത്യേട്ടനെ വിശ്വസിച്ചാണ് അവര് അവളെ തൻ്റെ വീട്ടിലേക്ക് അയക്കുന്നത് എന്നും അതുകൊണ്ട് അവൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാതെ നോക്കണമെന്നുമാണ് അതിൻ്റെ അർത്ഥമെന്നും അവന് മനസ്സിലായി. സത്യേട്ടനെ എന്നെ വിശ്വസിക്കാം, അവൾക്ക് അവിടെ യാതൊരു കുഴപ്പവും ഉണ്ടാവില്ല. അബി സത്യേട്ടനോട് വാക്കു പറഞ്ഞു. എന്തായാലും അമ്മയ്ക്ക് ശരിയാകുന്നത് വരെ അവൾ അവിടെ നിൽക്കട്ടെ. അപ്പോഴേക്കും ഈ ചെക്കൻ എങ്ങോട്ടെങ്കിലും ഒന്ന് പോയാൽ മതിയായിരുന്നു. വീടിനും കുടുംബത്തിനും നാടിനും ഗുണമില്ലാതെ കള്ളും കുടിച്ച് നശിച്ചു നടക്കുന്നു. അമ്മയെയും പെങ്ങളെയും തിരിച്ചറിയാത്തവൻ. സത്യേട്ടൻ അത് പറയുമ്പോൾ അവനോടുള്ള ദേഷ്യം മുഴുവൻ ആ വാക്കിൽ നിറഞ്ഞു നിൽപ്പുണ്ടെന്ന് അബിക്ക് തോന്നി. ഇതിലെ നേരെ ചെറിയൊരു പോക്കറ്റ് റോഡിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സത്യേട്ടൻ പറഞ്ഞു. അയാൾ പറഞ്ഞ വഴിയിലൂടെയെല്ലാം അബി വണ്ടി മുൻപോട്ടെടുത്തു. ഇവിടെ നിർത്തിയാൽ മതി. സത്യേട്ടൻ ഒരു വളവ് കഴിഞ്ഞതും അബിയോട് പറഞ്ഞു. അതാണ് അവരുടെ വീട്. ആ വളവിൽ നിന്നും കുറച്ചു ദൂരം മാറി ഓടിട്ടൊരു വീട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സത്യേട്ടൻ പറഞ്ഞു. ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. അതും പറഞ്ഞ് സത്യേട്ടൻ അയാളുടെ ഫോണിൽ നിന്നും അവരെ വിളിച്ചു. ഞങ്ങളിതേ ഇവിടെ എത്തിയിട്ടുണ്ട്, ഈ വളവിൽ തന്നെയുണ്ട്. അയാൾ ഫോൺ കാതോട് ചേർത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു. അവിടെ നിന്ന് എന്താണ് പറഞ്ഞത് എന്നറിയില്ല. ശരി, ഞങ്ങൾ ഇവിടെ തന്നെ നിൽക്കാമെന്നും പറഞ്ഞ് സത്യേട്ടൻ ഫോൺ വെച്ചു. അങ്ങോട്ട് വരേണ്ട, അവരിങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. അവനവിടെ കുടിച്ച് ബോധം കെട്ട് കിടപ്പാണെന്ന്. എപ്പോഴാ ബോധം വരികയെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് അങ്ങോട്ട് ചെന്ന് വെറുതെ അവനെ വിളിച്ചുണർത്തണ്ടല്ലോ. സത്യേട്ടൻ ഗ്ലാസ്സിലൂടെ പുറത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. അബി വെറുതെ പുറത്തേക്ക് നോക്കിയിരുന്നു. അതെ, അവർ വരുന്നുണ്ട്. സത്യേട്ടൻ പറഞ്ഞതും അബിയുടെ കണ്ണുകൾ അവിടേക്ക് നീണ്ടു. ഒരു സ്ത്രീ ധൃതിയിൽ നടന്നു വരുന്നുണ്ട്. മാക്സിയാണ് അവരുടെ വേഷം. കയ്യിൽ അവളുടെ വസ്ത്രങ്ങൾ അടങ്ങിയ ഒരു ബാഗുമുണ്ട്. അവർക്ക് പിറകെ വരുന്ന അവളിലേക്കാണ് അബിയുടെ നോട്ടം പിന്നെ ചെന്നത്. തല കുനിച്ചാണ് നടക്കുന്നതെങ്കിലും അമ്മയെപ്പോലെ തന്നെ നടത്തത്തിന് നല്ല വേഗതയുണ്ട്. പുറകിലേക്ക് തിരിഞ്ഞു തിരിഞ്ഞു നോക്കിയാണ് അമ്മ നടക്കുന്നത് പോലും. അവർ കാറിന് അരികിലെത്തിയതും സത്യേട്ടൻ വണ്ടിയിൽ നിന്നും ഇറങ്ങാൻ തുടങ്ങി. വേണ്ട, സത്യേട്ടൻ ഇറങ്ങണ്ട, നിങ്ങളുടെ കൂടെയാണ് വരുന്നതെന്ന് ആരും അറിയണ്ട. അവരത് പറഞ്ഞതും സത്യേട്ടൻ കാറിൽ തന്നെ ഇരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ ആള്, അഭിഷേക്, അതാ പേര്. ഇവന്റെ അമ്മയ്ക്കാണ് വയ്യാതിരിക്കുന്നേ. ആ സ്ത്രീ അതിന് മൂളിക്കേട്ടുകൊണ്ട് തന്നെ പിറകിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു. അവരുടെ മുഖത്ത് വല്ലാത്തൊരു വെപ്രാളമോ പേടിയോ നിറഞ്ഞു നിൽക്കുന്നത് പോലെ അബിക്ക് തോന്നി. അബി വേഗം പുറകിലെ ഡോർ തുറന്നു കൊടുത്തതും ആ പെൺകുട്ടി ഒന്ന് ഞെട്ടിയതുപോലെ അവൾ അവളുടെ അമ്മയെ ഒന്ന് നോക്കി. മോളെന്നാ വണ്ടിയിലേക്ക് കയറിക്കോട്ടെ, ഇനിയിപ്പോ ആരേലും വന്ന് കാണണ്ട. ഒന്ന് ചുറ്റും നോക്കിക്കൊണ്ട് അവർ പറഞ്ഞതും അതെ, അതാണ് നല്ലതെന്ന് സത്യേട്ടനും പറഞ്ഞു.
സാരമില്ല മോളെ, അമ്മയ്ക്ക് വേറെ നിവർത്തിയില്ലാഞ്ഞിട്ടാ. അമ്മ അങ്ങോട്ടേക്ക് വരാം. പിന്നെ സത്യേട്ടൻ ഉണ്ടല്ലോ കൂടെ, പേടിക്കേണ്ടട്ടോ. അമ്മ അവളുടെ കവിളിലൂടെ തഴുകിക്കൊണ്ട് പറഞ്ഞു. അതു കേട്ടതും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവൾ അമ്മയെ കെട്ടിപ്പിടിച്ച് ശബ്ദമില്ലാതെ കരഞ്ഞു. ഞാൻ എവിടെ എന്ന് ചോദിച്ചാൽ അമ്മ എന്തു പറയും അമ്മേ? അമ്മയെ അവരെന്തെങ്കിലും ചെയ്യുമോ? അത് ചോദിക്കുമ്പോൾ അവളുടെ ചുണ്ടുകൾ വിറച്ചിരുന്നു, സ്വരം ഇടറിയിരുന്നു. അതൊക്കെ അമ്മ എന്തെങ്കിലും പറഞ്ഞോളാം, പേടിക്കണ്ട, അമ്മയെ അവരൊന്നും ചെയ്യില്ല. മോൾക്ക് വേണ്ടിയല്ലേ അമ്മ ജീവിക്കുന്നത്, അതുകൊണ്ട് അമ്മ പിടിച്ചു നിൽക്കും. പിടിച്ചു നിന്നല്ലേ പറ്റൂ. അവരവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. മോള് വേഗം കാറിലേക്ക് കയറിക്കോ, ഇനി ആരും കണ്ടുകൊണ്ട് വരണ്ട. അതും പറഞ്ഞുകൊണ്ട് അവർ തന്നെ അവളെ കാറിലേക്ക് കയറ്റി. കാറിലേക്ക് കയറിയ ശേഷം അമ്മയുടെ മുഖത്തേക്ക് തന്നെ അവൾ കണ്ണെടുക്കാതെ നോക്കിയിരുന്നു. അബി, ഇതാണ് സുഭദ്ര, എൻ്റെ പെങ്ങളാണ്. അവളുടെ മോളാണ് ആദിത്യ. സത്യേട്ടൻ അത് പറഞ്ഞതും അബി അവളുടെ അമ്മയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. അവരും അവന് നേരെ വിളറിയ ഒരു പുഞ്ചിരി പകരം കൊടുത്തു. സത്യേട്ടനെ വിശ്വസിച്ചാണ് ഇത്ര ദൂരേക്ക് എൻ്റെ മോളെ ഞാൻ അയക്കുന്നത്. ഇതിൽ കൂടുതൽ കരയാൻ എനിക്കും എൻ്റെ മോൾക്കും ഇടവരുത്തരുത്. എൻ്റെ മോളെ നോക്കിക്കോണേ. നിറഞ്ഞൊഴുകിയ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് അവർ സത്യേട്ടനെ നോക്കി പറഞ്ഞു. അവരുടെ നിറഞ്ഞ കണ്ണുകൾ കാണുമ്പോൾ അബിക്കുമെന്തോ അസ്വസ്ഥത തോന്നുന്നുണ്ടായിരുന്നു. ചേച്ചി പേടിക്കണ്ട, അവൾക്കൊരു കുഴപ്പവും വരില്ല. ആ കാര്യത്തിൽ ഞാൻ ഉറപ്പു തരാം. അബി അവർക്കൊരു ധൈര്യം എന്നോണം പറഞ്ഞു. അവൻ അങ്ങനെ പറയാതിരിക്കാൻ ആകുമായിരുന്നില്ല. അവൻ പുറകിലേക്ക് തിരിഞ്ഞ് ആദിയെ ഒന്ന് നോക്കി. അവൾ അപ്പോഴും അവളുടെ അമ്മയുടെ മുഖത്തേക്ക് തന്നെ കണ്ണെടുക്കാതെ നോക്കിയിരിക്കുകയാണ്. കൂടെ ആ ഉണ്ട കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുമുണ്ട്. ഒരു സാധാരണ കോട്ടൺ ചുരിദാറാണ് വേഷം. ചുരിദാറാണ് ധരിച്ചതെങ്കിലും കാണാൻ അവൾ ഇത്തിരിയേ ഉണ്ടായിരുന്നുള്ളൂ. പറഞ്ഞു നിൽക്കാൻ നേരമില്ല. അവര് രണ്ടുപേരും ഉറങ്ങുകയാ. ഇപ്പോ എഴുന്നേൽക്കും. അപ്പോഴേക്കും എനിക്കങ്ങ് എത്തണം. ആരെങ്കിലും കണ്ടാൽ പറഞ്ഞു കൊടുക്കും, അവളുടെ അമ്മ പറഞ്ഞു. പിന്നെ സത്യേട്ടാ, മോളെ കയ്യിൽ ഫോണില്ല, മനഃപൂർവ്വം കൊടുക്കാഞ്ഞിട്ടാ. ഇപ്പോൾ ഇങ്ങനെയാണെങ്കിൽ അവൾ എങ്ങോട്ടാ പോയത്, എന്താ ചെയ്തത് എന്ന് ആർക്കും അറിയില്ലല്ലോ. പിന്നെ സത്യേട്ടൻ ഇനി ഇങ്ങോട്ട് വിളിക്കേണ്ട, ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. സത്യേട്ടനോട് അവരത് പറഞ്ഞു നിർത്തി. അവരുടെ സംസാരത്തിലാകെ വല്ലാത്തൊരു വെപ്രാളം നിറഞ്ഞു നിൽപ്പുണ്ടായിരുന്നു. എന്നാ ശരി, മോനെ വീട്ടിലേക്ക് വിളിക്കാൻ പറ്റിയ അവസ്ഥയിലൊന്നുമല്ല. സാഹചര്യം അതായിപ്പോയി. എൻ്റെ കുഞ്ഞിനെ നോക്കിക്കോണേ. അവരെ കാറിൽ തന്നെ ഇരുത്തേണ്ടി വന്നതിലുള്ള വല്ലായ്മയോടെയും മകളെ പിരിയുന്നതിലുള്ള പേടിയോടെയും അവർ അബിയോട് പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, അവൾക്ക് ഒരു കുഴപ്പവും വരില്ല, ഞാൻ നോക്കിക്കോളാം. അബി വീണ്ടും അവർക്ക് വാക്കുകൊടുത്തു. അവർ നിറഞ്ഞ കണ്ണുകളോടെ അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. കരയണ്ട, ഇനി അധികകാലം നമുക്കിങ്ങനെ ജീവിക്കേണ്ടി വരില്ല. അമ്മ എന്തെങ്കിലും ഒരു വഴി കാണാം. എന്നിട്ട് മോളെ വിളിക്കാൻ വേഗത്തിൽ വരാം. പേടിക്കണ്ടാട്ടോ. ശരീരം നോക്കിക്കോണേ. നേരത്തിന് വല്ലവും എടുത്ത് കഴിച്ചേക്കണേ. പറഞ്ഞു തരാൻ അമ്മ കൂടെയില്ലാത്തതാ. സുഭദ്ര വീണ്ടും കരഞ്ഞുകൊണ്ട് അവളെ ഓർമ്മിപ്പിച്ചു. അമ്മയുടെ അത്തരത്തിലുള്ള വാക്കുകൾ കേട്ടതും ആദി വീണ്ടും കരഞ്ഞു പോയിരുന്നു. സുഭദ്രെ, ഇത് വെച്ചോ, കയ്യിലിരിക്കട്ടെ. അത് പറഞ്ഞുകൊണ്ട് 500-ന്റെ 2 നോട്ടെടുത്ത് സത്യേട്ടൻ സുഭദ്രയുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. അയ്യോ വേണ്ട സത്യേട്ടാ, ഇപ്പോൾ ഈ ചെയ്യുന്നത് തന്നെ വലിയ ഉപകാരമാണ്. മഞ്ജു പ്രസവിച്ചത് കൂടിയല്ലേ, ചെലവുകൾ ഉണ്ടാവും. സത്യേട്ടൻ അത് കയ്യിൽ വെച്ചോളൂ. അവളെയും കുഞ്ഞിനെയും കാണാൻ വരണമെന്നുണ്ട്. ഒരു ദിവസം സമയം പോലെ ഞാൻ അങ്ങോട്ടേക്ക് വരാം. ഏട്ടത്തിയോട് പറഞ്ഞേക്കണേ. സുഭദ്ര അത് പറഞ്ഞുകൊണ്ട് ആ പണം വാങ്ങാൻ കൂട്ടാക്കിയില്ല. ഇത് പിടിക്ക്, ഞാൻ നിന്റെ ഏട്ടൻ തന്നെയല്ലേ. കള്ളുകുടിയന്മാരുടെ ഇടയിൽ ജീവിക്കുമ്പോൾ കയ്യിൽ എന്തെങ്കിലും കരുതുന്നത് നല്ലതാ. ഇത് പിടിക്ക്. സത്യേട്ടൻ അത് പറഞ്ഞുകൊണ്ട് അവരുടെ കയ്യിൽ നിർബന്ധമായി ആ പൈസ പിടിപ്പിക്കാൻ ശ്രമിച്ചു. വേണ്ട സത്യേട്ടാ, അത്യാവശ്യം വേണ്ട അരിയും സാധനങ്ങളെല്ലാം വീട്ടിലുണ്ട്. അവർ വീണ്ടും അതുതന്നെ പറഞ്ഞുകൊണ്ട് ആ പണം വാങ്ങാൻ കൂട്ടാക്കിയില്ല. അരിയും സാധനങ്ങളും മാത്രം പോരാലോ, നിനക്ക് അത്യാവശ്യത്തിന് എവിടേക്കെങ്കിലും പോകണമെങ്കിൽ കയ്യിൽ എന്തെങ്കിലും വേണ്ടേ? നിന്റെ കയ്യിൽ ഏകദേശം എത്രയുണ്ടാകുമെന്നൊക്കെ എനിക്കറിയാം. അയാൾ അത് പറഞ്ഞുകൊണ്ട് നിർബന്ധിച്ച് തന്നെ അവരുടെ കയ്യിൽ അത് പിടിപ്പിച്ചു. എന്നാൽ പിന്നെ ഇവിടെ അങ്ങനെ നിൽക്കുന്നില്ല, ഞങ്ങൾ അങ്ങ് പോയേക്കുക. സത്യേട്ടൻ അത് പറഞ്ഞതും അബിയും അവരെ നോക്കി ഒന്ന് തലയാട്ടി. ശേഷം വണ്ടിയെടുത്തു. വണ്ടി സ്റ്റാർട്ടായതും ആദ്യം ഒരു ഞെട്ടലോടെ അവളുടെ അമ്മയെ നോക്കി. കരഞ്ഞുകൊണ്ട് താൻ ഇവിടെ നിന്നും പോയാൽ അമ്മയ്ക്ക് അത് കൂടുതൽ സങ്കടമാവുകയേയുള്ളൂ. അതുകൊണ്ടവൾ ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് അവരുടെ നേരെ കൈവീശി കാണിച്ചു. കാറ് ആ ഇടവഴി തിരിയുവോളം അവൾ പുറകിലേക്ക് തന്നെ നോക്കിയിരുന്നു. അവരുടെ കാറ് കണ്ണിൽ നിന്നും മറഞ്ഞപ്പോൾ സുഭദ്രയൊന്ന് ചുറ്റും നോക്കി.
അവിടെ ഒന്നും ആരുമില്ലെന്ന് ഉറപ്പിച്ച ശേഷമാണ് ഇടവഴിയിൽ നിന്നും വീട്ടിലേക്ക് നടന്നത്. അമ്മ അങ്ങ് കണ്ണിൽ നിന്നും മറഞ്ഞതും അവൾ സീറ്റിലേക്ക് ചാരി കണ്ണടച്ചിരുന്നു. ഹൃദയം കീറി മുറിച്ചുകൊണ്ടൊരു കരച്ചിൽ തൊണ്ടക്കുഴിയോളം വന്നെത്തി നിൽക്കുന്നത് അവൾ അറിഞ്ഞു. എങ്കിലും അവൾ കഷ്ടപ്പെട്ട് ആ കരച്ചിലിനെ അടക്കി പിടിച്ചിരുന്നു. ആദിമോൾ എന്തെങ്കിലും കഴിച്ചിരുന്നോ? സത്യേട്ടൻ അവളോട് ചോദിച്ചു. കഴിച്ചു, അവൾ പതിയെ പറഞ്ഞു. സത്യം തന്നെയാണോ? കള്ളം പറയുകയല്ലല്ലോ നീ? സത്യേട്ടൻ അവളോട് വീണ്ടും ചോദിച്ചു. സത്യം. ഇനി എന്ന് അമ്മയുടെ കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കാൻ പറ്റുമെന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് അമ്മ തന്നെയാണ് വാരിത്തന്നത്. അവൾ അത് പറഞ്ഞതും അബി റിയർവ്യൂ മിററിലൂടെ അവളെ ഒന്ന് നോക്കി. അപ്പോഴും അവളുടെ കണ്ണുകൾ നിറഞ്ഞു തന്നെയാണ് നിൽക്കുന്നതെന്ന് അബിക്ക് തോന്നി. 1 മണിക്കൂറിന് ശേഷം അവളുടെ നാട് വിട്ടെന്ന് തോന്നിയതും അബി വണ്ടി സൈഡാക്കി. ഇനിയുമുണ്ട് 1 മണിക്കൂർ നേരത്തെ യാത്ര. നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് പോകാം. അബി സത്യേട്ടനെ നോക്കിയാണ് അത് പറഞ്ഞത്. അതുകേട്ട് അയാളും അതേ എന്ന പോലെ തലയാട്ടി. പക്ഷേ അപ്പോഴും ആദിയിൽ നിന്നും ഒരു മറുപടിയും ഇല്ലായിരുന്നു. അബി ഒന്ന് പുറകിലേക്ക് തിരിഞ്ഞു നോക്കി. അവൾ അപ്പോഴും ഏതോ ലോകത്തെന്ന പോലെ ഇരിക്കുകയാണ്. തന്നോട് കൂടിയാ പറഞ്ഞത് എന്തെങ്കിലും കഴിക്കാം. അബി കുറച്ചുകൂടി ശബ്ദത്തിൽ അവളോട് പറഞ്ഞപ്പോഴാണ് അവൾ ചിന്തകളിൽ നിന്നും ഞെട്ടി ഉണർന്നത്. അവൾ അബിയെ നോക്കുമ്പോൾ അവളുടെ ആ കണ്ണിൽ ഒരു ഞെട്ടലുണ്ടായിരുന്നു. അതിനർത്ഥം അവൾ കാര്യമായ വേറെന്തോ ചിന്തയിലായിരുന്നു എന്നാണ്. ഞെട്ടിത്തരിച്ചു നിൽക്കുന്ന അവളുടെ കണ്ണുകളിലേക്കാണ് അബിയുടെ നോട്ടം ചെന്നത്. ഒരു നിമിഷം അവൻ ആ മിഴികളിൽ തന്നെ തങ്ങി നിന്നുപോയി. അവളുടെ കണ്ണുകളിലെ ആ ഞെട്ടൽ കാണുമ്പോൾ തൻ്റെ ഉള്ളിലേക്ക് ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ചില ഓർമ്മകൾ കൂടി കടന്നു വരുന്നത് അബി അറിഞ്ഞു. ഇതുപോലെ ഞെട്ടിത്തറഞ്ഞു നിന്ന 2 കണ്ണുകൾ. അബിക്ക് വല്ലാത്ത അസ്വസ്ഥത തോന്നി. അവൻ അവളിൽ നിന്നും നോട്ടം പറിച്ചെടുത്ത് കാറിൽ നിന്നും ഇറങ്ങി. സത്യേട്ടനും അതിന് പിന്നാലെ തന്നെ ഇറങ്ങിയപ്പോൾ ആദിക്ക് ഇറങ്ങാതെ നിവൃത്തിയില്ലായിരുന്നു. അവളും പതിയെ കാറിൽ നിന്നിറങ്ങി. അത്യാവശ്യം നല്ലൊരു ഹോട്ടലിലേക്കാണ് അബി അവരെയും കൊണ്ടു ചെന്നത്. മുണ്ടൊന്നുകൂടി മുറുക്കി ഉടുത്തുകൊണ്ട് അബിക്ക് പിന്നാലെ സത്യേട്ടൻ കൂടി ചെന്നതും ആദിയും അവർക്ക് പിന്നാലെ പതിയെ അവിടേക്ക് നടന്നു. സത്യേട്ടന് എന്താ കഴിക്കാൻ വേണ്ടേ? മേശയ്ക്ക് അരികിൽ ചെന്നിരുന്നതും അബി അയാളോട് ചോദിച്ചു. ഓ, അങ്ങനെയൊന്നുമില്ലടാ, എന്തായാലും മതി, സത്യേട്ടൻ പറഞ്ഞു. ഇയാൾക്കോ? അബി അവളോട് ചോദിച്ചതും അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. എന്തോ അവളുടെ ആ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ താൻ വീണ്ടും വല്ലാതെ അസ്വസ്ഥമാകുന്നത് പോലെ അവന് തോന്നി. അവനിൽ നിന്നും ഒരു നെടുവീർ പടർന്നു വീണു. മടിക്കേണ്ട, എന്താണെങ്കിലും പറഞ്ഞോ, അബി വീണ്ടും പറഞ്ഞു. എനിക്ക് അങ്ങനെയൊന്നുമില്ല, എന്തായാലും മതി, വളരെ പതിഞ്ഞ സ്വരത്തിൽ അവൾ അവനോട് പറഞ്ഞു. എന്നാൽ മസാലദോശ പറയാമല്ലേ? അവൻ അതും പറഞ്ഞുകൊണ്ട് 3 മസാലദോശയ്ക്ക് ഓർഡർ ചെയ്തു. തനിക്ക് ഏറെ ഇഷ്ടമുള്ള ഭക്ഷണം മുൻപിലെത്തിയിട്ടും അവൾക്കെന്തോ മനസ്സ് നിറഞ്ഞു കഴിക്കാൻ കഴിഞ്ഞില്ല. അമ്മയെക്കുറിച്ചാണ് ചിന്തകൾ മുഴുവനും. അവരെഴുന്നേറ്റ് കാണുമോ? തന്നെക്കുറിച്ച് ചോദിച്ചാൽ അമ്മ എന്തു പറയും? തന്നെ കാണാതെ വന്നാൽ അമ്മയെ അവരെന്തെങ്കിലും ചെയ്യുമോ? അങ്ങനെ പേടിപ്പെടുത്തുന്ന ചിന്തകൾ കൊണ്ട് അവളുടെ മനസ്സാകെ അസ്വസ്ഥമായിക്കൊണ്ടിരുന്നു. കഴിക്കുന്നതിനിടയിൽ അബി കാണുന്നുണ്ടായിരുന്നു എന്തൊക്കെയോ നുള്ളിപ്പെറുക്കി കഴിച്ചെന്നു വരുത്തുന്ന ആദിയെ. എങ്കിലും അവളുടെ അവസ്ഥയും സാഹചര്യവും നന്നായി അറിയുന്നതുകൊണ്ട് തന്നെ അവനത് കണ്ടില്ലെന്ന് നടിച്ചു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു ബില്ല് കൊടുത്തതും അബി തന്നെയാണ്. കാറിൽ കയറി അവർ വീണ്ടും യാത്ര തുടർന്നു. പിന്നെയും 1 മണിക്കൂർ സമയമെടുത്തു അബിയുടെ വീട്ടിലെത്താൻ. വീടിന് മുൻപിൽ ചെന്ന് കാറ് നിന്നതും അബിയും സത്യേട്ടനും കാറിൽ നിന്നിറങ്ങി. നടു നിവർത്തിക്കൊണ്ട് അബി നോക്കുമ്പോൾ ആദി കാറിൽ ഇരുന്നുറങ്ങുകയാണ്. നിഷ്കളങ്കമായി ഉറങ്ങുന്ന അവളെ കാണുമ്പോൾ അവന് അവളോട് വല്ലാത്തൊരു അലിവ് തോന്നുന്നുണ്ടായിരുന്നു. ഏതോ നാട്ടിലേക്ക് ഇങ്ങനെ പേടിച്ചോടി വരണമെങ്കിൽ പാവം ഈ പ്രായത്തിനുള്ളിൽ എന്തുമാത്രം സഹിച്ചു കാണും. അവളെയും അമ്മയെയും ഓർക്കെ അവന് വല്ലാത്തൊരു പ്രയാസം തോന്നി. അവൾ ഉറങ്ങുകയാണെന്ന് കണ്ടതും സത്യേട്ടൻ അവൾക്ക് അരികിലേക്ക് ചെന്നു. ആദിമോളെ, സ്ഥലമെത്തി, ഇറങ്ങ്. അയാൾ അവളുടെ കവിളിൽ തട്ടിക്കൊണ്ട് വിളിച്ചു. അവൾ പതിയെ കണ്ണുകൾ തുറന്നു. സത്യേട്ടനെ മുന്നിൽ കണ്ടതും അവളൊന്ന് അയാളെ നോക്കി ചിരിച്ചെന്നു വരുത്തി. ഇതാണ് വീട്, ഇറങ്ങിക്കോ. അയാൾ പറഞ്ഞതും അവൾ കാറിൽ നിന്നും ഇറങ്ങി ചുറ്റും നോക്കി. ഒറ്റ നിലയിൽ പണിത ഒരു വാർപ്പ് വീടാണ്. വീടിനേക്കാൾ വലിയ നീണ്ടുകിടക്കുന്ന മുറ്റമാണ്. ആ മുറ്റം നിറയെ ചെടികളും മരങ്ങളുമായി ആകെ മനസ്സിന് സുഖം തോന്നുന്ന ഒരു അന്തരീക്ഷം. പക്ഷേ എന്തോ അവൾക്ക് അതൊന്നും ആസ്വദിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. മനസ്സ് ഇപ്പോഴും അവളുടെ ആ ഓടിട്ട വീട്ടിൽ അവളുടെ അമ്മയെ ചുറ്റിപ്പറ്റി അങ്ങനെ നിൽക്കുകയാണ്. അകത്തേക്ക് വാ. അവൻ അതും പറഞ്ഞുകൊണ്ട് ഉമ്മറത്തേക്ക് കയറി വാതിൽ തുറന്നു. അപ്പോഴേക്കും അവൾ കാറിൽ നിന്നും ബാഗെടുത്ത് കയ്യിൽ പിടിച്ചു.
അബിയും അതിനു പുറകെ സത്യേട്ടനും അകത്തേക്ക് കയറിയതും അവളും പതിയെ ആ വീട്ടിനുള്ളിലേക്ക് കയറി. അകത്തേക്ക് കയറിയതും അവൾ കാണുന്നത് ഒരു മുറിയുടെ വാതിൽക്കൽ നിൽക്കുന്ന സത്യേട്ടനെയാണ്. അതിനുള്ളിൽ നിന്നും അബിയുടെ സംസാരവും കേൾക്കുന്നുണ്ട്. അവളും പതിയെ അവിടേക്ക് ചെന്നു. സത്യേട്ടന് അരികെ ബാഗും പിടിച്ചുകൊണ്ട് നിൽക്കുന്നവളെ കണ്ട് സീതാമ്മയൊന്ന് ചിരിച്ചു. "ഇങ്ങോട്ട് വാ, ചോദിക്കട്ടെ." അവരവളെ അടുത്തേക്ക് വിളിച്ചതും അവൾ പതിയെ അവർക്കരികിലേക്ക് ചെന്നു. "മോളെ പേരെന്താ?" സീതാമ്മ ഒരു പുഞ്ചിരിയോടെ അവളോട് ചോദിച്ചു. "ആദിത്യ." പതിയെ ആണ് അവൾ മറുപടി പറഞ്ഞത്. മറുപടി പറയുമ്പോൾ അവളുടെ ചുണ്ടനങ്ങിയോ എന്ന് പോലും സീതാമ്മയ്ക്ക് സംശയം തോന്നി. അത്രയും പതിയെയായിരുന്നു ആ മറുപടി. സീതാമ്മ അവളെ നോക്കിയൊന്ന് ചിരിച്ചു. "ഈ വീട് മോളെ സ്വന്തം വീട് പോലെ തന്നെ കണ്ടാൽ മതി. എനിക്ക് 2 കാലിനും വയ്യ. ഓപ്പറേഷൻ ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് അനങ്ങണമെങ്കിൽ എനിക്ക് ഇവന്റെ സഹായം വേണം. ഇവൻ ജോലിക്ക് പോകുമ്പോൾ എനിക്കൊരു കൂട്ട്. പിന്നെ മോളെ വീട്ടിൽ ഉണ്ടാക്കുന്നത് പോലെ എന്തെങ്കിലും കഴിക്കാനും ഉണ്ടാക്കണം. അതുകൊണ്ട് ജോലിക്ക് വന്നതാണെന്നൊന്നും കരുതേണ്ട. സ്വന്തം വീടാണെന്ന് കരുതിയാൽ മതി." സീതാമ്മ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ പതിയെ തലയാട്ടി. "സത്യേട്ടാ, ഇവൾക്ക് ഇവിടെ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. അത് ഞാൻ ഉറപ്പു തരാം." സീതാമ്മ സത്യേട്ടനോട് പറഞ്ഞു. "അതെനിക്കറിയില്ലേ. ആ ഉറപ്പുള്ളതുകൊണ്ടല്ലേ ഞാൻ അവളെ ഇവിടേക്ക് കൊണ്ടുവന്നത് തന്നെ. നിങ്ങളെ അമ്മയെയും മകനെയും എനിക്ക് വിശ്വാസാ." സത്യേട്ടൻ ഒരു പുഞ്ചിരിയോടെ തന്നെ സീതാമ്മയോട് പറഞ്ഞു. അതു കേട്ടുകൊണ്ടാണ് അബി റൂമിൽ നിന്നും പുറത്തേക്ക് പോയത്. "മോൾ എന്തെങ്കിലും കഴിച്ചായിരുന്നോ?" സീതാമ്മ ചോദിച്ചതും അവൾ അതേ എന്ന് തലയാട്ടി. "ഉച്ചയായില്ലേ സത്യേട്ടാ, എന്തേലും കഴിച്ചിട്ട് പോയാൽ മതി കേട്ടോ." സീതാമ്മ പറഞ്ഞതും സത്യേട്ടൻ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. "യശോദ വിളിച്ചിരുന്നോ? മോൾക്കും കുഞ്ഞിനുമൊന്നും കുഴപ്പമില്ലല്ലോ? സുഖായിരിക്കുന്നല്ലേ?" സീതാമ്മ ചോദിച്ചു. "കുഴപ്പമൊന്നുമില്ല. എങ്കിലും 2 ദിവസം കൂടി കഴിയും ഡിസ്ചാർജ് ആവാൻ." സത്യേട്ടൻ പറഞ്ഞു. "എൻ്റെ ഈ കാലൊന്ന് മാറട്ടെ, എന്നിട്ടൊരു ദിവസം ഞാൻ വരുന്നുണ്ട് അവളെയും കുഞ്ഞിനെയും കാണാൻ." സീതാമ്മ പറഞ്ഞതും സത്യേട്ടൻ ഒന്ന് ചിരിച്ചു. "ആശുപത്രിയിൽ ഒന്നിനും സമയം കിട്ടാഞ്ഞിട്ടാ. ഫ്രീ ആകുമ്പോൾ യശോദ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടത്തെ കാര്യം ആലോചിച്ചിട്ട് അവൾക്ക് ടെൻഷനായിരുന്നു. ഇപ്പോൾ സമാധാനമായിട്ടുണ്ടാകും." സത്യേട്ടൻ പറഞ്ഞതും സീതാമ്മയും ഒന്ന് ചിരിച്ചു. കുറച്ചു വർഷങ്ങളായിട്ടേ ഉള്ളൂ ഇവരുമായി പരിചയപ്പെട്ടിട്ട്. എന്നാൽ രക്തബന്ധത്തേക്കാൾ വലിയ ആത്മബന്ധമാണ് ഇവരോട് തോന്നാറുള്ളത്. തങ്ങളുടെ ആരുമല്ലാതെ ആരോ ആയി മാറിയവർ. സീതാമ്മ ഓർത്തു. എന്നാൽ ഞാൻ അപ്പുറത്തുണ്ടാകുമെന്നും പറഞ്ഞു സത്യേട്ടൻ മുറിയിൽ നിന്നും പുറത്തേക്ക് പോയി. സത്യേട്ടൻ പോയി കഴിഞ്ഞതും ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ആദി കുറച്ചു നേരം ആ മുറിയിൽ തന്നെ അങ്ങനെ നിന്നു. കുറച്ച് അധികം നേരം കാറിലിരുന്നതല്ലേ, മോൾക്ക് ക്ഷീണമുണ്ടാകും. ഒന്ന് കുളിക്കണമെങ്കിൽ കുളിക്കാം. ദേ ഇവിടെയും ബാത്റൂം ഉണ്ട്, പിന്നെ പുറത്തുമുണ്ട്." സീതാമ്മ അത് പറഞ്ഞതും അവൾ അതിനൊന്ന് തലയാട്ടി. എന്തു പറഞ്ഞാലും തലയാട്ടി നിൽക്കുന്ന അവളെ കണ്ട് സീതാമ്മയൊന്ന് ചിരിച്ചു. "ഇപ്പോൾ ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ. ഇതുവരെ ഇങ്ങനെയൊന്നും ശീലമില്ലാത്തതുകൊണ്ട് തന്നെ അവൾക്ക് പുറത്തേക്കിറങ്ങാൻ വല്ലാത്ത മടി തോന്നി. എങ്കിലും അവൾ വേഗം ബാഗിൽ നിന്ന് മാറ്റിയുടുക്കാനുള്ള ഡ്രസ്സും എടുത്ത് മുറിക്ക് പുറത്തേക്ക് നടന്നു. "ഞാനൊന്ന് കുളിച്ച് വേഗം വരാം." പുറത്തേക്കിറങ്ങുന്നതിനു മുൻപേ അവൾ സീതാമ്മയോട് പറഞ്ഞു. അതിനവർ ചിരിച്ചുകൊണ്ട് അവളെ നോക്കി തലയാട്ടി. അവൾ നേരെ ചെന്നത് അടുക്കള ഭാഗത്തേക്കാണ്. അടുക്കളവാതിൽ അടച്ചിട്ടിരിക്കുകയാണ്. അവൾ ആ വാതിലിന്റെ കൊളുത്ത് അഴിച്ച് വാതിൽ തുറന്നു. അടുക്കള ഭാഗത്ത് ഒഴിഞ്ഞുകിടക്കുന്ന വലിയൊരു പറമ്പാണ്. അവൾ അല്പസമയം അവിടെ അങ്ങനെ നിന്ന ശേഷം വീട്ടിൽ നിന്നും കുറച്ച് മാറിയുള്ള ബാത്റൂമിലേക്ക് നടന്നു. വാതിൽ തുറന്ന് അവളൊന്ന് അകത്തേക്ക് നോക്കി. ബാത്റൂം ആകെ നനഞ്ഞു കിടപ്പാണ്. പോരാത്തതിന് സോപ്പിന്റെ നല്ല മണവും. ആരോ കുളി കഴിഞ്ഞു പോയിട്ടുണ്ടെന്ന് മനസ്സിലായതും അത് അബി ആയിരിക്കുമെന്ന് അവൾക്ക് തോന്നി. കുളിക്കുന്നതിന് മുൻപേ അബി സത്യേട്ടന് കുടിക്കാൻ വെള്ളം എടുത്തു കൊടുത്തിരുന്നു. ഉച്ചയായതുകൊണ്ട് ചായ വെക്കാൻ പോയ അബിയെ സത്യേട്ടൻ തടഞ്ഞു. ചെറുനാരങ്ങ വെള്ളം ഉണ്ടാക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ അതിനും സമ്മതിച്ചില്ല. വെറുതെ അവിടെയും ഇവിടെയും നിന്നു കളിക്കാൻ സമയമില്ല. താൻ ജോലിക്ക് വന്ന വീടാണ് എന്ന ബോധം വന്നതും അവൾ വേഗം ബാത്റൂമിലേക്ക് കയറി. രാവിലെ ഒരു കുളി കുളിച്ചതുകൊണ്ട് സോപ്പൊന്നും തേക്കാൻ നിന്നില്ല. കുറച്ചു നേരം ഷവറിന് ചുവട്ടിൽ അങ്ങനെ നിന്നു. വീട്ടിൽ നിന്നും വരുമ്പോൾ തോർത്തും ബ്രഷും സോപ്പും അങ്ങനെ അവൾക്ക് വേണ്ടതെല്ലാം അവൾ കരുതിയിരുന്നു. അവൾ കൊണ്ടുവന്ന തോർത്ത് ഉപയോഗിച്ച് തന്നെ തല നന്നായി ഒന്ന് തോർത്തി. ശേഷം ഡ്രസ്സും എടുത്തിട്ട് ആ തോർത്ത് തന്നെ തലയിലൂടെ ഒന്ന് ചുറ്റിവെച്ച് പുറത്തേക്കിറങ്ങി. നേരത്തെ ഇട്ടിരുന്ന ഡ്രസ്സ് അവൾ പുറകിലത്തെ അയലിൽ ഒരു സൈഡിലായി കൊണ്ടുവച്ചു. അടുക്കള വഴിയാണ് അവൾ അകത്തേക്ക് കയറിയത്. പെട്ടെന്നാണ് അടുക്കളയിൽ ഒരാളെ കണ്ടത്. അതൊട്ടും പ്രതീക്ഷിക്കാത്തതുകൊണ്ട് തന്നെ അവളൊന്ന് ഞെട്ടിയിരുന്നു. നോക്കിയപ്പോൾ അബിയാണ്.
അവനെന്തോ തിരക്കിട്ട പണിയിലാണ്. അവൻ ബീറ്റ്റൂട്ട് അരിയുകയാണ്. ഒരു സൈഡിലായി ചിരവാൻ വേണ്ടിയുള്ള തേങ്ങ എടുത്തു വെച്ചിട്ടുണ്ട്. അതു കണ്ട് അവൾ വേഗം അവിടേക്ക് ചെന്നു. ഇങ്ങ് തന്നോളൂ, ഞാൻ ചെയ്തോളാം. അവൾ അവന് പുറകിലായി ചെന്ന് കുറച്ച് അകലം വിട്ടു നിന്നുകൊണ്ട് പറഞ്ഞു. അതുകേട്ട് അബി ഒന്ന് തിരിഞ്ഞു നോക്കി. ഞാൻ ചെയ്യാം. അതും പറഞ്ഞ് അവൾ വേഗം അവൻ്റെ കയ്യിൽ നിന്നും ബീറ്റ്റൂട്ട് വാങ്ങി മുറിക്കാൻ തുടങ്ങി. വളരെ വേഗത്തിലാണ് അവൾ മുറിക്കുന്നത്. ഒരുപാട് പ്രാവശ്യം ചെയ്ത് ശീലമായതുപോലെ. സാധനങ്ങളൊക്കെ ഇവിടെ തന്നെയുണ്ട്. പാത്രങ്ങളെല്ലാം ദേ ഇവിടെ വെച്ചിട്ടുണ്ട്. ഗ്യാസും ഇൻഡക്ഷൻ കുക്കറുമുണ്ട്. അതുകൊണ്ട് വിറകടുപ്പ് കത്തിക്കാൻ നിൽക്കണ്ട. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. അവൻ അത് പറഞ്ഞതും അവളൊന്ന് തലയാട്ടി. ശേഷം അവൻ അടുക്കളയിൽ നിന്ന് പോകാൻ തുടങ്ങിയതും പെട്ടെന്ന് അവനൊന്ന് തിരിഞ്ഞു നിന്നു. പിന്നെ അടുക്കളയിലേക്ക് തന്നെ തിരിച്ചു വന്നു. കുടിക്കാനുള്ള വെള്ളം പൈപ്പിൽ നിന്നും എടുക്കാറില്ല. വെള്ളം നല്ലത് തന്നെയാ. എങ്കിലും കിണറ്റിൽ നിന്നും കോരി കൊണ്ടുവന്ന അമ്മയ്ക്ക് ശീലം. അവൻ പറയുന്നത് കേട്ട് അവളൊന്ന് തിരിഞ്ഞു നോക്കി. അടുക്കളയിൽ ഒരു ഭാഗത്തായി വെച്ചിരിക്കുന്ന ബക്കറ്റ് തുറന്നു നോക്കുകയാണ് അവൻ. വെള്ളം തീരാനായിട്ടുണ്ട്. അതുകൊണ്ട് അവൻ അതും എടുത്ത് പുറത്തേക്ക് നടക്കാനൊരുങ്ങി. ഞാൻ എടുത്തുകൊണ്ട് വരാം, ആദി വേഗം പറഞ്ഞു. വേണ്ട, ഇന്നെന്തായാലും ഞാൻ എടുത്തോളാം. അതും പറഞ്ഞ് അബി ബക്കറ്റും എടുത്ത് പിറകുവശത്തെ കിണറ്റിൻകരയിലേക്ക് നടന്നു. അടുക്കളയിലെ ജനവാതിൽ തുറന്നിട്ടിട്ടുണ്ട്. അതിലേ നോക്കിയാൽ കിണറ്റിൻകരയിലേക്ക് കാണാം. അവൾ ബീറ്റ്റൂട്ട് അരിയുന്നതിൻ്റെ ഇടയ്ക്ക് കിണറ്റിൻകരയിലേക്കൊന്ന് നോക്കി. അബി വെള്ളം കോരുകയാണ്. അവൾ ബീറ്റ്റൂട്ട് അരിഞ്ഞു കഴിയുമ്പോഴേക്കും അബി വെള്ളത്തിൻ്റെ ബക്കറ്റുമായി അകത്തേക്ക് കയറി വന്നിരുന്നു. അതവൻ എടുത്തിടത്ത് തന്നെ കൊണ്ടുപോയി വെച്ചു. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി, ഞാൻ അപ്പുറത്തുണ്ടാവും. അബി അത് പറഞ്ഞതും അവളൊന്ന് തലയാട്ടി. അവളുടെ തലയാട്ടൽ കണ്ട് അബിക്ക് പിന്നീടൊന്നും പറയാൻ തോന്നിയില്ല. അവൻ ഉമ്മറത്തേക്ക് നടന്നു. അതിനിടയിൽ അമ്മയുടെ മുറിയിലേക്കൊന്ന് എത്തി നോക്കാനും അവൻ മറന്നില്ല. എടാ, സത്യേട്ടനോട് ഊണ് കഴിച്ചിട്ട് പോയാൽ മതിയെന്ന് പറയണേ. ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഊണിന് സാമ്പാർ മാത്രല്ലേ ഉള്ളൂ? പുറത്തുനിന്ന് എന്തേലും വാങ്ങണോടാ? വാതിൽക്കൽ വന്നെത്തി നോക്കിയ അബിയെ കണ്ട് സീതാമ്മ പറഞ്ഞു. അവൾ ഉപ്പേരി ഉണ്ടാക്കുന്നുണ്ട്. പപ്പടവും കാച്ചാം. പിന്നെ സത്യേട്ടനുള്ളതല്ലേ. ഇപ്പോൾ തന്നെ ഉച്ചയായി. ഇനി വെച്ചുണ്ടാക്കുന്നതിലും നല്ലത് ഞാൻ പോയി മീൻകറിയോ ചിക്കൻ കറിയോ വാങ്ങിക്കൊണ്ട് വരാം. അബി അമ്മയെ നോക്കി അത് പറഞ്ഞതും സീതാമ്മയും അതാണ് നല്ലതെന്ന പോലെയൊന്ന് തലയാട്ടി. അമ്മയുടെ മുറിയിൽ നിന്നും അവൻ നേരെ ചെന്നത് അവൻ്റെ മുറിയിലേക്കാണ്. മുടിയൊന്ന് കൈകൊണ്ട് കോതി ഒതുക്കിയ ശേഷം പേഴ്സും ഫോണും എടുത്ത് ഷർട്ടിൻ്റെ പോക്കറ്റിലിട്ടു. ഷർട്ടും മുണ്ടുമാണ് അവൻ്റെ വേഷം. ബൈക്കിൻ്റെ ചാവിക്കൂടി എടുത്ത് കയ്യിൽ പിടിച്ച ശേഷം നേരെ അടുക്കളയിലേക്ക് നടന്നു. ഞാനൊന്ന് പുറത്തു പോവുകയാ, വേഗം വരും. അമ്മയെ ഒന്ന് നോക്കിക്കോണം. പുറകിൽ നിന്നും അബിയുടെ ശബ്ദം കേട്ടതും തേങ്ങ ചിരവിക്കൊണ്ടിരുന്ന ആദി ഒന്ന് തിരിഞ്ഞു നോക്കി. പുറകിൽ നിൽക്കുന്ന അബിയെ കണ്ടതും നോക്കിക്കോളാമെന്ന് ആദി തലയാട്ടി. പിന്നീട് അവനൊന്നും പറഞ്ഞില്ല. ഉമ്മറത്തേക്ക് നടക്കുന്നതിനിടയിൽ പോയിട്ട് വേഗം വരാമെന്ന് അമ്മയോട് പറയാനും അവൻ മറന്നിരുന്നില്ല. സത്യേട്ടാ, ഒരു 5 മിനിറ്റ്, ഞാനിപ്പോൾ വരാം. അതും പറഞ്ഞ് അബി ബൈക്കിൽ കയറാൻ പോയതും ഉമ്മറത്തിരുന്ന് പത്രം വായിച്ചുകൊണ്ടിരുന്ന സത്യേട്ടൻ തലയുയർത്തി നോക്കി. നീ ഇതെവിടേക്കാ ഈ നേരത്ത്? സത്യേട്ടൻ അബിയോട് ചോദിച്ചു. ഞാനിപ്പോൾ വരാം, ഒരു 5 മിനിറ്റ്. അത്രമാത്രം പറഞ്ഞ് അവൻ ബൈക്കിലേക്ക് കയറി. പിന്നീടൊന്നും ചോദിക്കാതെ വണ്ടിയിൽ കയറി പോകുന്നവനെ നോക്കി സത്യേട്ടൻ അങ്ങനെയിരുന്നു. ദൂരേക്ക് അകന്നു പോകുന്ന അവൻ്റെ വണ്ടിയുടെ ശബ്ദം അകത്ത് ജോലിയെടുക്കുന്നവളും കേൾക്കുന്നുണ്ടായിരുന്നു.